അതുകൊണ്ടാണ് ഇമാം അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അതിന് പ്രാമുഖ്യം കൊടുത്തത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വഖീല ഹിയ ആഥാറുൽ മശാഇന ഇലൽ മസാജിദ്, അങ്ങനെ ഒരു അഭിപ്രായവുമുണ്ട്. പക്ഷേ വലഅല്ലൽ മുറാദ അന്നഹാ മിൻ ജുംലത്തിൽ ആഥാർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണമറ്റ അനന്തര ഫലങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണെന്ന് പറയാം. അതാ കൂടുതൽ നല്ലത്. അതിൽ പെട്ട ഒരു ഭാഗമായി ഇങ്ങെടുത്താൽ മതി. ചീത്തയായ അനന്തര ഫലങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. വൽ കുതുബിൽ മുദില്ല, മനുഷ്യനെ പഴപ്പിക്കുന്ന ഗ്രന്ഥരചനകൾ, വ ആലാത്തിൽ മലാഹി, കളിയുപകരണങ്ങൾ, വിനോദോപകരണങ്ങള്, അതുപോലെ തന്നെ വിരോധിക്കപ്പെട്ട പല ഉപകരണങ്ങളും നിർമ്മിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ എത്ര കാലം ഇവിടെ നിലനിൽക്കുമോ അത്രയും കാലം അവർക്ക് അതിൻ്റെതായ ശിക്ഷ അവരങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇവൻ നടത്തിയ ഒരു കറുത്ത പുസ്തകരചന അതവന് വല്ലാത്ത ദോഷമായി ബാധിക്കും. അതുപോലെ തന്നെ കളിയുപകരണങ്ങൾ, വിനോദോപകരണങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖിയാമത്ത് നാൾ വരുമ്പോ വിനോദോപകരണങ്ങൾ കൂടി വരും. ആ വിനോദോപകരണങ്ങൾ ഉണ്ടാക്കിയവർ ആരൊക്കെ ഇതുകൊണ്ട് കളിക്കുന്നോ, കളിക്കണമെന്ന നിയ്യത്തിൽ, നന്മയുടെ വഴിക്ക് പോവരുത്, കളിക്കണമെന്ന നിയ്യത്തിൽ തന്നെ ഉണ്ടാക്കിയ വിനോദോപകരണങ്ങൾ, അതുകൊണ്ടുള്ള മുഴുവൻ ഷർറുകളും അതാ കാലാകാലം തുടരുകയാണ്. സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമിനന്നാസി മയ്യശ്തരി ലഹുവൽ ഹദീസ്, അശ്ലീലോപകരണങ്ങൾ കാശ് കൊടുത്തു വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. എന്തിന്? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, അറിയാതെ, അവര് പോലും അറിയാതെ, അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാന പ്രകാരം അജ്ഞത മൂലം, വിവരമില്ലാത്തത് കൊണ്ട് ജനങ്ങളെ അവർ അതുവഴി പിഴപ്പിച്ച് കളയാൻ വേണ്ടി അത് വാങ്ങിക്കൊണ്ടുവരുന്നവരുണ്ട്. ഇത്തരം എന്നും ഇത് നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിനവസരമുണ്ടാക്കി കൊടുത്തവർ അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഖൈറും ഷർറും ആസ്വദിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. അതിൽ ഖൈറാണ് ലക്ഷ്യമെങ്കിൽ രക്ഷപ്പെടാം. അല്ല, തിന്മക്ക് വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങൾ അത് നിർമ്മിക്കുമ്പോൾ നമ്മൾ പേടിക്കണം. ഇതുവഴി എനിക്ക് പരാജയമാണ് വരുന്നതെന്ന് ആലോചിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഉൻ വമൻ സന്ന സുന്നതൻ സയ്യിഅതൻ ഫഅലൈഹി ബിസ്റുഹാ വബിസ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ബിസ്രിഹി ശൈഅ. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ഇമാം മുസ്ലിമും അതുപോലെ തന്നെ അബൂദാവൂദും തിർമിദിയും അഹ്മദും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഒരാൾ ഒരു നല്ല സംസ്കാരം നടപ്പിലാക്കിയാൽ അയാൾക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അയാൾക്കതിൻ്റെ പ്രതിഫലം കിട്ടും. അതുമാത്രമല്ല, വഅജ്റു മൻ അമില ബിഹാ, അയാളെ കണ്ട് അത് ചെയ്യുന്നവരുടെ മുഴുവൻ പ്രതിഫലവും അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഉൻ, അയാളുടെ പ്രതിഫലത്തിൽ നിന്ന് ലവലേശം ചുരുങ്ങിപ്പോകാതെയാണ് ലഭിക്കുക. ഒരാൾ അതാ കമ്പനി കൂടിയിട്ട് മറ്റൊരാളെ വധിച്ചു കളഞ്ഞു. കൊലക്കേസാണ് കുറ്റം, കൊലപാതകമാണ് നടത്തിയ തെറ്റ്. അവൻ മാത്രമല്ല, മറ്റൊരുത്തനെ തട്ടിക്കയറ്റി അവനും ഇവനും കൂടെയാണ് നടത്തിയത്. ആ സാധു ഇതിൽ നിരപരാധിയാണ്. ഇവൻ കയറ്റിയപ്പം കേറി എന്ന് മാത്രമേ ഉള്ളൂ, ചെയ്തു. എന്നാൽ ഇവിടെ നീതി എന്താണ്? രണ്ടാമത്തെയാള് ഒന്നാമത്തവന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രചോദനത്തിന് വശംവദനായിട്ടാണ് ചെയ്തതെന്ന് കരുതി രണ്ടാമത്തവന് ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവന് ശിക്ഷ കൊടുക്കണം, തക്ക ശിക്ഷ കൊടുക്കണം. കൊലപാതകത്തിന്റെ ശിക്ഷ എന്താണോ അതവന് കൊടുത്തോളണം. എന്നാലോ അത് പോരാ, തട്ടിക്കയറ്റിയവന് കൊലപാതകത്തിൻ്റെത് മാത്രം പോരാ, ഇവനെ പ്രേരിപ്പിച്ചു എന്ന കുറ്റവും കൂടെ അവന്റെ തലയിലിടണം. ഇതല്ലേ നീതി? അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും. അതേ രൂപത്തിൽ നന്മയാണ് സ്ഥാപിച്ചതെങ്കിൽ ഈ നാട്ടിൽ മുമ്പ് ഒരു ദിക്ർ ഹൽക്ക സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. സങ്കല്പിക്കുകയാണ്, ഉണ്ടാകും. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുള്ള നാട്ടിൽ എന്തായാലും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകും. മാസത്തിലൊരു മൊബൈൽ ദിക്ർ ഹൽക്ക ഇല്ല,
എന്നാൽ ഒരു 10 ആള് കൂടിയിട്ടങ്ങ് തീരുമാനിച്ചു, നമുക്കിങ്ങനെ ഒരു വീട് കഴിഞ്ഞാൽ മറ്റൊരു വീട്, അത് കഴിഞ്ഞാൽ മറ്റൊരു വീട്, ഇങ്ങനെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി മാസത്തിലൊരു ദിക്ർ ഹൽക്ക നമ്മുടെ മഹല്ലിൽ നടക്കണം. അതിനൊരു 10 ആള് കൂടിയിട്ടാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിലേക്ക് ഈ 10 ആളെ കൊണ്ടുവന്നത്, അതിന്റെ നേതൃത്വത്തിൽ നിന്നതൊരു അതിന് നേതൃത്വം കൊടുത്തതൊരു ഹാജി സാഹിബാണ്. എന്നാൽ ആ ദിക്ർ ഹൽക്ക ഭംഗിയായി നടക്കുന്നു. അയാള് മരണപ്പെട്ടിട്ട് പിന്നെയും തുടരുന്നു. എത്ര കാലം ഇവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ ഇത് തുടരുന്നോ, ഇയാളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലങ്ങൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൻ സന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. നടപ്പാക്കിയതിനുള്ള പ്രതിഫലം, അത് ചെയ്തവന്റെ പ്രതിഫലം ഇവന് കൊടുത്തിട്ട് അല്ലാഹു കൊടുക്കുന്നു. എന്നാൽ മറ്റവന്റെ പ്രതിഫലം ചുരുങ്ങുകയില്ല. അതേസമയം വമൻ സന്ന സുന്നതൻ സയ്യിആ, ഒരു ചീത്തയായ സംസ്കാരമാണ് അവൻ നടപ്പിലാക്കിയതെങ്കിലോ ഫഅലൈഹി വിസ്റുഹാ, അതിന്റെ പാപം അവൻ, അതിന്റെ കുറ്റം അവൻ പേറേണ്ടി വരും. അതിന്റെ കുറ്റം മാത്രം പേറിയാൽ പോരാ, വവിസ്റു മൻ അമില ബിഹാ, അവനെ കണ്ട് ആരൊക്കെ ഇത് പ്രവർത്തിക്കുന്നോ അതിന്റെ മുഴുവൻ കുറ്റങ്ങളും അവൻ പേറേണ്ടി വരും. ഉദാഹരണത്തിന്, ഈ നാട്ടിൽ മുമ്പ് ഈദ് നൈറ്റ് പ്രോഗ്രാമിൽ അനിസ്ലാമികമായ പരിപാടികളെ കൊണ്ട് ആഘോഷിച്ച ഈ മണ്ണ് വഷളാക്കുന്ന ഒരു പരിപാടി നേരെ നടന്നു വരുന്നില്ല എന്ന് സങ്കല്പിച്ചോ. ഒരു ഉദാഹരണം, ഈദ് നൈറ്റ് എന്നൊരു പരിപാടി നേരത്തെ ഇല്ലായിരുന്നു. നല്ല നിലക്കാണെങ്കിൽ നടത്താം, പക്ഷെ ഇന്ന് ഈദ് നൈറ്റ് പരിപാടികളൊന്നും നല്ല നിലക്കല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗാനമേള വെച്ചിട്ടൊരു അടിപൊളി ഈദ് നൈറ്റ്. ഒരാളിങ്ങനെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു 10 ഉറുപ്പ്യ പോക്കറ്റിലുണ്ടായപ്പോൾ അവനിങ്ങനെ തോന്നുകയാണ്, ഗീഷയിൽ ഒരു 10 ഉറുപ്പ്യ ഉണ്ടല്ലോ, എന്തെങ്കിലും ആയിട്ട് ഒരു പരിപാടി നടത്തണം. അതിനിപ്പോൾ ഒരു വയലൊക്കെ ഒരു ഇസ്ലാമിക പരിപാടി എടുത്താൽ അതിനൊക്കെ ആരുടെ അംഗീകാരമാണ് കിട്ടുക? അതിനാരുടെ അംഗീകാരമാണ് കിട്ടുക? നാട്ടിലുള്ള കുറച്ച് പ്രായമുള്ളവരുടെ അംഗീകാരം എന്നല്ലാതെ, അല്ലെങ്കിൽ തൊപ്പിൻ തലപ്പാവും ഒക്കെ ധരിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുടെ അംഗീകാരം അല്ലാതെ കിട്ടൂല. ജനങ്ങളുടെ മൊത്തം അംഗീകാരം എനിക്ക് നേടണമെങ്കിൽ, അവരുടെ മൊത്തം അംഗീകാരം എനിക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും വഷളായൊരു ഏർപ്പാട് തന്നെ വെക്കണം. ഇവൻ തീരുമാനിച്ചു, ഒരാൾ ഈ ഗാനമേള അവൻ അങ്ങോട്ട് നടത്തി. ഇവൻ 10 ആളെ സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, 5 കാശ് നിങ്ങൾ ചെലവാക്കണ്ട, ഞാൻ തരാം, കാശ് മുഴുവൻ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങോട്ട് നടത്തി. മങ്കമാര് വന്ന് പാട്ടുപാടി, ജനം ആർത്തു ചിരിച്ചു, കൈയടിച്ചു, പ്രോത്സാഹിപ്പിച്ചു, എല്ലാം നടന്നു. പെരുന്നാളിന്റെ തലേന്നാൾ വളരെ മോശം, അല്ലെങ്കിൽ പെരുന്നാൾ രാവിലാണ്, എന്താവട്ടെ, പെരുന്നാളിന്റെ അന്ന് രാവിലോ അല്ലെങ്കിൽ പെരുന്നാൾ രാവ് എന്ന് പറയുന്ന തലേന്നോ എങ്ങനെ സംഭവിച്ചാലും ശരി, വളരെ വൃത്തികെട്ട ഏർപ്പാടല്ലേ ഇത്. ദുആ സ്വീകരിക്കുന്ന നാളുകളിൽ 4 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് 2 പെരുന്നാൾ നാളുകൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. ആ ദിവസം ഇവൻ ഇത് നടത്തി. പിന്നെ അയാൾ പോയി വന്നപ്പോൾ അയാൾക്ക് കുറച്ചൊക്കെ ഹൈറും ബർക്കത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തകർന്നു. നാട്ടിൽ പാപ്പറായിട്ടാണ് തിരിച്ചെത്തിയത്. ഇനി അവന് ഗാനമേളയും വേണ്ട, ഒരു ഏർപ്പാടും വേണ്ട, അവൻ അവന്റെ ശോലുമായിട്ട് ഇങ്ങനെ നടക്കുക. പക്ഷേ അന്ന് അവൻ തുടങ്ങി വെച്ച ഗാനമേള ഇപ്പോഴും മുടങ്ങാതെ പോകുന്നുണ്ട് കൊല്ലം തോറും. എന്തുകൊണ്ട്? അന്ന് ഇവൻ സ്വന്തം പണം ഇറക്കിയിട്ടാണ് ഈ പരിപാടി നടത്തിയത്. പക്ഷെ ഇന്ന് പണം ഇറക്കി കൊടുക്കണ്ട, കുട്ടികൾ തന്നെ സ്വയം ഇറങ്ങിയിട്ട് അതിന് പിരിവെടുത്തത് നടത്താൻ തയ്യാറാണ്. ഈ ടേസ്റ്റ് കുട്ടികൾക്ക് കൊടുത്തത് വന. അതുകൊണ്ട് ഇവൻ എത്ര പാവാണെങ്കിലും ശരി, ഈ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ലെങ്കിലും ശരി, എത്ര കാലം ഈ ഏർപ്പാട് നാട്ടിൽ നടക്കുന്നോ അതിന്റെ അനന്തരഫലം അവനും കിട്ടും. ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്റെ കൂട്ടുകാരെ, ഒരനക്കം അനങ്ങണമെങ്കിൽ നമ്മൾ എത്ര വട്ടം ആലോചിക്കണം, പഠിച്ചോനെ ഈ ഒരു പുതിയ പരിപാടി എന്റെ നാട്ടിൽ നടപ്പിലാക്കിയാൽ എനിക്ക് ഖബറിൽ കിടക്കാൻ സുഖമുള്ള കാര്യമാകോ ഇത്, അതോ എനിക്ക് ഖബറിൽ കിടക്കാൻ വിഷമമാകുമോ? പലപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ഇത് ചിന്തിച്ചില്ലെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വിഷയം പ്രസക്തമാകുന്നത്. കരുതണം, നാം അറിയാതെ നിക്ഷേപം വർദ്ധിക്കും, താങ്ങാൻ കഴിയില്ല. ഭാവി തലമുറയിൽ സ്വന്തം സമൂഹത്തിലും പൊതുവെ മനുഷ്യവംശത്തിലും നാം ഇട്ടേച്ച് പോയ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഏതു കാലം വരെ എവിടെയെല്ലാം നിലനിൽക്കുന്നുവോ അതെല്ലാം ഇവന്റെ തലയിൽ വെച്ച് കെട്ടും, ഇവന്റെ നിക്ഷേപത്തിലേക്ക് കൂട്ടിയെഴുതും, ഇവന്റെ കണക്കിൽ അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ സന്താനങ്ങൾക്ക് നൽകിയ
നല്ലതും ചീത്തയുമായ ശിക്ഷണം, പോക്കിരിയായ വാപ്പ, ഗുണ്ടായിസം കളിച്ചിരുന്ന വാപ്പ, അഴിമതിക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്ന വാപ്പ, ആ വാപ്പ തന്റെ മകന് പകർന്നു കൊടുത്തത് ഗുണ്ടായിസമാണെങ്കിൽ, ആ വാപ്പ തന്റെ ആൺമക്കൾക്ക് പകർന്നു കൊടുത്തത് ഗുണ്ടായിസമാണെങ്കിൽ, ആ വാപ്പ പകർന്നു കൊടുത്തത് അഴിമതിയാണെങ്കിൽ, എങ്ങനെ അഴിമതി വീരന്മാരാവാം എന്ന സൂത്രങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തതെങ്കിൽ, ആ വാപ്പ തൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് അനീതിയും അക്രമവുമാണെങ്കിൽ, അതാ അതിൻ്റെ അനന്തരഫലങ്ങൾ ഈ മക്കൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ച് തുടർന്നു പോയാൽ ഈ ഒന്നാമത്തെ വല്ലിപ്പ രക്ഷപ്പെടുന്നില്ല. എടുക്കാൻ മാത്രം ലോഡ് ഈ വല്ലിപ്പ ഏറ്റേണ്ടി വരും, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് ആലോചിക്കുക, ഈ വാപ്പ നൽകിയത് നല്ല ഒരു ശിക്ഷണമാണോ? ആ വാപ്പാക്ക് റാഹത്താണ്. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ മക്കളെ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് ഓതാതെ നിങ്ങൾ ഉറങ്ങരുത്. നമ്മളെ ദുന്യാവും ആഖിറവും സലാമത്താകാനുള്ള കാരണങ്ങളാണത്. അത് ചെയ്യാത്തവർക്ക് എൻ്റെ വീട്ടിൽ ചോറില്ല. പഴയ കാലത്തെ ഉപ്പമാര് പ്രഖ്യാപിച്ചിരുന്നത് പോലെ പ്രഖ്യാപിച്ചു എന്ന് വെക്കുക. എന്നാൽ അതിൻ്റെ പേരിൽ നമുക്ക് ഖബറിൽ കിടക്കുമ്പോൾ അവരവരുടെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ എത്ര കാലം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നോ, എത്ര കാലം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നോ, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെരിയാണിയുടെ എത്രയോ താഴെ, ഒരു ചാണോളം ആഴത്തില് താഴോട്ട് വസ്ത്രം ഇറക്കി വലിച്ചിഴച്ച് നടക്കുന്ന പാൻസ് തൻ്റെ കുട്ടി ധരിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ പാൻസിന്റെ നീളം കുറക്കണം. നീളം കുറച്ചേ പറ്റൂ. മുത്തുനബി 80-ലധികം ഹദീസുകളിൽ പറഞ്ഞതാണ്, ഞെരിയാണി വിട്ടിറങ്ങിയ വസ്ത്രം നരകത്തിലാണ്, അത് ധരിക്കുന്നവൻ നരകത്തിലാണ്. അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ മുഖത്തേക്ക് അല്ലാഹു നോക്കില്ല. മോനെ ഇത് ചെയ്യല്ല. മോനെ തിരുത്തി കൊടുത്താൽ അതിന്റെ ഗുണഫലം വാപ്പയുടെ ഖബറിലേക്ക് എത്തുകയാണ്. അതേസമയം സുബഹി നിസ്കരിക്കുന്ന സമയത്ത് ഇന്ന് പല വാപ്പമാരുടെയും സ്വഭാവം എന്താണ്? സുബഹിക്ക് അവരെഴുന്നേറ്റ് നിസ്കരിക്കുമ്പോഴും തൊട്ടടുത്ത റൂമിൽ കൂർക്കം വലിച്ചുറങ്ങുന്ന മകനെ മോനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞു റൂമിന് മുട്ടാൻ ധൈര്യപ്പെടുന്നില്ല വാപ്പമാര്. എൻ്റെ മകൻ എന്നോടുള്ള വാത്സല്യം കുറയുമോ എന്ന് പേടിച്ച് മക്കളെ എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കുന്നില്ലെങ്കിൽ, മക്കൾക്ക് ഇസ്ലാമിക സംസ്കാരം ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ ശിക്ഷണം നിങ്ങൾക്ക് അപകടമാകും, ഈ വാത്സല്യം നിങ്ങൾക്ക് അപകടമാകും. കാലാകാലം നിങ്ങൾ അത് പേറേണ്ടി വരും. ഇതായി പറഞ്ഞത് വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. ഇത് പോകില്ല. അതിന്റെ അനന്തര ഫലങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യം ആലോചിക്കുക, സമൂഹത്തിന്റെ പ്രയാണമാർഗത്തില് നിങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന മുൾച്ചെടികളും പൂച്ചെടികളും അത് നട്ടുപിടിപ്പിച്ചതിന് വെള്ളം ചേർത്ത്, അതിന് വളം ചേർത്ത് നിങ്ങളതിനെ നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ആ പൂച്ചെടികളുടെ സൗരഭ്യവും മുൾച്ചെടികളുടെ ശല്യവും നിങ്ങൾക്ക് എത്ര കാലം ഈ ഭൂമിയിൽ നിങ്ങൾ സ്ഥാപിച്ച ഈ മുൾച്ചെടികളും പൂച്ചെടികളും സൗരഭ്യം പരത്തുന്നുണ്ടോ, ശല്യം നൽകുന്നുണ്ടോ, അത്രയും കാലം ഖബറിൽ കിടക്കാൻ ഈ വാപ്പക്കൊരു സുഖവും ഉണ്ടാകില്ല. ആലോചിക്കുന്നത് നല്ലതാണ്. ഇതാണ് വനക്തുബു മാ ഖദ്ദമൂ എന്ന് പറഞ്ഞു നിർത്താതെ വിശുദ്ധ ഖുർആൻ വആസാറഹും, അവരുടെ അനന്തര ഫലങ്ങളും ഇതേ ലിസ്റ്റിലാ വരുന്നത്. ഇവരിട്ടേച്ചു പോയ ചിഹ്നങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത് ഇപ്പോ ഒരു തെങ്ങ് വെച്ച വാപ്പ. ആ വാപ്പ ഒരു പക്ഷേ അതിൽ നിന്ന് തേങ്ങ വലിച്ചില്ലെന്ന് വന്നേക്കാം. ഇത്രയും പരിശുദ്ധമായ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ നാട്ടിൽ തലപൊക്കി നിൽക്കുന്ന നാളികേര മരങ്ങൾ മുഴുവനും. ഈ നാളികേര മരങ്ങളെല്ലാം ഇത് തന്നെയാണ്, നമുക്ക് യാതൊരു സംശയവുമില്ല. എന്തേ നമ്മുടെ വല്ലിപ്പമാർ വെച്ചത്? അവരൊരു തേങ്ങ പോലും ഇട്ട് തിന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ഖബറിൽ അതിൻ്റെ അനുഭവ ഫലങ്ങൾ അവർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ കൃഷി ചെയ്ത് വളർത്തിയെടുത്ത് അവർക്ക് തിന്നാൻ കഴിഞ്ഞില്ലെങ്കിലും മക്കൾ തിന്നുന്നുണ്ട്, ആരൊക്കെയോ ഉപകരിക്കുന്നുണ്ട്, ഏതൊക്കെയോ മനുഷ്യ മക്കൾ അത് ഉപകരിക്കുന്നുണ്ട്. നാം വെച്ച മാവ്, നാം വെച്ച തെങ്ങ്, എല്ലാറ്റിനും നമുക്ക് പ്രതിഫലമാണ്. വആസാറഹും. ഇതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നില്ല. ഇത് നമ്മൾ ഒന്നൊഴിയാതെ സമ്പൂർണമായി നമ്മുടെ അനന്തരഫലങ്ങൾ നമ്മളിലേക്ക് എഴുതുമെന്ന് നന്നായി വേണം കരുതാൻ. ശരിക്കാലോചിക്കുക. അതുകൊണ്ട് തന്നെ നല്ലതിനു മാത്രമേ വിത്ത് പാകാവൂ, നല്ലതിനു മാത്രമേ വളം ചേർക്കാവൂ, നല്ലതിനു മാത്രമേ